ഇൻഡസ് ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്. ബിക്കോസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു നോൺ ലൈഫ് സയൻസ് ആയിട്ടുള്ള കുട്ടിക്ക് വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ നമുക്ക് അതും കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ്, ജസ്റ്റ് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള ആൾ, നന്ദന എന്നാണ് പേര്. അപ്പോൾ നന്ദന ബാക്കി പറഞ്ഞോളൂ. എൻ്റെ പേര് നന്ദന ശ്യാം. ഞാനിപ്പോൾ BCom ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ ഇൻഡസിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചെന്നൈയിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ സ്നേഹ അയച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കാമെന്നുള്ളൊരു പ്ലാനിൽ പോയതായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ചെന്നൈയിൽ പ്ലേസ്ഡാണ്. ഇനി 6-ാം തീയതി എനിക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നന്ദനയുടെ ഒരു ഫീലിംഗ്? ലൈക്ക് നമ്മൾ ഫസ്റ്റായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, അതും ചെന്നൈയിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ പ്രൊസീജിയർ? അത്യാവശ്യം 15-16 ക്വസ്റ്റ്യൻസോളം അവർ ചോദിച്ചിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? അവിടെ എത്തിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെയാണ് അറിയില്ല, ലാംഗ്വേജ് സെറ്റ് ആവണം, ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ അവിടെ ചെന്നപ്പോൾ മുന്നിലിരിക്കുന്ന ആൾ ഭയങ്കര കാമായിട്ട്, നമുക്ക് ഒരു ഹറിബറി ഇല്ല, ആൾ പതുക്കെ മതി, എല്ലാം ഭയങ്കര പതുക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൂളായിട്ട് ഇരിക്കണ്ടായി. അപ്പം തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായി. പക്ഷെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അനാട്ടമിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ബേസ് ആണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഇത്ര അധികം 1 month 1 week വെച്ച് അനാട്ടമി പഠിപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റ് ഇപ്പോൾ നന്ദനയ്ക്ക് മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് തോന്നിയത്? നമുക്ക് നമ്മുടെ ക്ലാസ് കിട്ടി, അത് നമ്മൾ പറഞ്ഞതൊന്നും വെറുതെ ആയിരുന്നില്ല. കാരണം നമ്മളിവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് മാം പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ബേസിക്കാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിലും CPC ആണെങ്കിലും എല്ലാത്തിനും മെയിൻ വരുന്നതെന്ന് പറഞ്ഞിരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ ഇത് ഞാനൊരു നോൺ ലൈഫ് സയൻസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അനാട്ടമി സയൻസ് എന്നൊന്നും പറഞ്ഞിട്ട് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി മിസ് ആയിരുന്നു. ആൾ ഭയങ്കരമായിട്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് വീണ്ടും പഠിക്കുമ്പോൾ മിസ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ മിസ്സ് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തരും കാണുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് നോൺ ലൈഫ് സയൻസിൽ നിന്ന് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല എത്രത്തോളം ഉണ്ട് അനാട്ടമി. പക്ഷെ എനിക്ക് ആ ഒരു പേടി അപ്പം ഉണ്ടായിരുന്നില്ല. നല്ലോണം ഞാൻ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ ശ്രീലക്ഷ്മി മിസ് ആയാലും ഇൻഡസ് ആയാലും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നന്ദന എങ്ങനെയാണ് ഇവിടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? എങ്ങനെയാണ്? ഫ്രണ്ട് ത്രൂ ആണോ അതോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണോ? ഇല്ലില്ല, ഞാനും എൻ്റെ കസിനും കൂടിയിട്ടാണ് ഈ മെഡിക്കൽ കോഡിങ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവള് എനിക്ക് മുന്നേ ചേർന്നു. അപ്പോൾ അവൾ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞാൻ മാരേജ് കഴിഞ്ഞോട് വന്നപ്പോൾ എനിക്ക് അവിടെ പോയി പഠിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ നോക്കി വന്നപ്പോഴാണ് ഇൻഡസ് കണ്ടത്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ സ്നേഹിച്ച് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, എങ്ങനെ നമ്മളെടുത്ത് പറയും. അപ്പോൾ ഞാൻ ഇത് കൂടാണ്ട് വേറൊരു അക്കാദമി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും തോന്നിയത് ഇവിടെ ആയിരിക്കും നല്ലതെന്ന് തോന്നി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു നോൺ ലൈഫ് സയൻസ് ആണ്. BCom ഒരു ഗ്രാജുവേഷൻ നിന്നിട്ട് നിങ്ങൾക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കിവിടെ വരുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഡൗട്ട്സൊക്കെ എങ്ങനെയാണ് ക്ലിയർ ആയത്? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽ വന്നിട്ടുണ്ടാവില്ലേ നമുക്ക് എങ്ങനെയാണ് ഒരു BCom സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു കുട്ടിക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ എങ്ങനെയാണ്? എനിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന ഒന്നുമില്ല എന്നൊക്കെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങും അതേപോലെ തന്നെയായിരുന്നു. ഓരോ സിസ്റ്റം പഠിക്കുമ്പോഴും അത് ആ സമയം പഠിക്കും, ഓർമ്മയുണ്ടാവും, പിന്നീട് നോക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെയായിരുന്നു എനിക്ക്. പിന്നെ അതിന് വേണ്ടി മെനക്കെട്ടു. പിന്നെ നമ്മുടെ മിസ്സായാലും എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരുമ്പോഴൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ചു? ഇപ്പൊ മുബീന മാം ആയാലും നിങ്ങളുടെ എല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാത്തിനും ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു എക്സാംസിന്റെ ടൈമിലാണെങ്കിലും ഫുൾ നമുക്കൊരു മൊറൽ സപ്പോർട്ട് തന്നെയായിരുന്നു മാം.
അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴായാലും. അതെ അതെ, ഞാൻ ആദ്യം തൃശ്ശൂർ വന്നൊരു ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഇപ്പോഴായാലും മിസ് എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ആ മിസ്സിന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഓരോ നിങ്ങളെ പ്ലേസ്ഡ് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിടുമ്പോൾ ഓരോ കമ്പനീനെ പറ്റിയിട്ടായാലും നമ്മുടെ മാം ത്രൂ ഔട്ട് അവിടുത്തെ നമ്മുടെ കുട്ടികൾക്കൊരു സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ സ്റ്റുഡൻസിനെ അവിടേക്ക് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിനായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ വേക്കൻസീസൊക്കെ ഗ്രൂപ്പിലിട്ട് തുടങ്ങിയിരുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നന്ദന കാണിച്ച പോലെ ഓക്കെ എനിക്ക് നമ്മുടെ ഇവിടെ തന്നെ വേണം എന്നല്ല, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് എവിടെയായാലും ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിലീഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നന്ദനയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ടായാലും ഞാൻ വർക്ക് ചെയ്യാൻ ആൾക്ക് കറക്റ്റ് അറിയായിരുന്നു. പറഞ്ഞു കൊടുത്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ബ്രേവ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആൾക്ക് കറക്റ്റ് ആ ഒരു ഐഡിയ കിട്ടി. ആൾ തൃശ്ശൂർ തന്നെ നോക്കി നിൽക്കാതെ ആൾ വേറെ പുറത്ത് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ഹാപ്പി മൊമെന്റിൽ നിൽക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇതിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് നന്ദന വെറുതെ പറയല്ല, നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ വേക്കൻസിക്കും നന്ദനയ്ക്ക് പറ്റുന്ന പോലെ നന്ദന എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മളായിട്ടായാലും ഫുൾ ആള് കോപ്പറേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പറയുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും നന്ദനയും അതേപോലെ ഫോളോ ചെയ്തിരുന്നു. നമ്മൾ ഇട്ട ആ എഫേർട്ടിനുള്ള കറക്റ്റ് നന്ദനയും നമുക്ക് തിരിച്ചു തന്നിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടാനായിട്ട് പറ്റിയത്. അതൊരു നിസ്സാര കാര്യമല്ല. അതിനുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം നന്ദന കാണിച്ചു. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയുമ്പോൾ കുറേ അങ്ങനെയൊക്കെ നിൽക്കുമെങ്കിലും ഇങ്ങനൊരു ധൈര്യം കാണിച്ച് വരുന്ന കുട്ടികൾ കുറവാണ്. പക്ഷെ അങ്ങനെ കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് PG ആയിക്കോട്ടെ, ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പേടി തന്നെയാണ് അതൊരു ഡിഗ്രിയിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് നമുക്ക് ഇതേപോലെ നന്ദന തന്നെ നമുക്കതിനൊരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. ഇനി എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻസ്? എന്തൊക്കെ ചോദിച്ചിരുന്നു അവർ ക്വസ്റ്റ്യൻസ്? എൻ്റെ അടുത്തൊരു ഓൾമോസ്റ്റ് ഒരു 16-17 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. എല്ലാം അനാട്ടമി തന്നെയായിരുന്നു. ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെയാണ് കോഡ് ബേസ്ഡ് ആയിട്ട് എൻ്റെ അടുത്ത് ICD ചോദിച്ചിരുന്നത്. അപ്പോൾ എന്താണ് മെഡിക്കൽ കോഡിങ്, പിന്നെ നമ്മുടെ ഓർഗൻസ് എത്ര ഉണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ഓർഗൻ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര അധികം പേരിൽ നിന്ന് നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതും നമ്മുടെ കൂടെയുള്ള പിള്ളേർക്ക് തന്നെ കിട്ടിയതിൽ നമുക്കും അത്രയും സന്തോഷമുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു? അതായത് ഒരു ലൈഫ് സയൻസും നോൺ ലൈഫ് സയൻസും തമ്മിൽ. ഇപ്പം നമുക്കിവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു, ലൈഫ് സയൻസ് ഡിഗ്രി എന്നുള്ളവർ വേറെ ഉണ്ടായിരുന്നു, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ BA പോലത്തെ ഇതൊന്നും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിരുന്നോ ക്ലാസ്സിൽ? ഇല്ല. ആദ്യം അനാട്ടമി പഠിക്കുമ്പോൾ സയൻസിൽ നമുക്ക് കുറേയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ആ പിള്ളേരായാലും നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് വരുന്നതായാലും. പിന്നെ വേറൊരു എന്താ പറയുക, ഇന്നവർ സയൻസുകാർ, ഇന്നവർ നോൺ സയൻസ്, അങ്ങനെ ഒരു പാർട്ടീഷനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോഡിങ് പഠിച്ചു തുടങ്ങുമ്പോൾ പിന്നെ എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, അതിലിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസിക് തന്നെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂസിനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെയല്ല വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു നമുക്ക് ഇവിടുന്ന് ടീച്ചേഴ്സിൻ്റെ ഇതായിട്ടുള്ള ഫാക്കൽറ്റീസൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ? ഇപ്പോൾ ICD എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്ര വലിയ ബുക്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളെന്തോരം ഹെൽപ്പ് ചെയ്തിരുന്നു? കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി മിസ്സാണ്, അയ്യോ എന്താ പറയുക, ആള് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു സ്റ്റേജിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആള് ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാ കാര്യവും നമുക്ക് വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
എനിക്കെന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം എനിക്ക് ICD CPT ഒക്കെ തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാവില്ല, എന്തൊരു വലിയ ബുക്ക് അത് അങ്ങനെ വിചാരിച്ചു. ഭയങ്കര കനം, കൊണ്ടുവരാനും ബുദ്ധിമുട്ട്, അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ സ്റ്റാർട്ട് ചെയ്തൊരു 1 week ഒക്കെ ആകുമ്പോഴത്തേനും ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാവും, എങ്ങനെ എടുക്കണം. അതൊക്കെ മിസ്സായി അതിൻ്റെ കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ അങ്ങനെ പഠിച്ചാൽ തന്നെയല്ലേ നിങ്ങൾക്കത് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. അതിന് പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡിൽ തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓഫ്ലൈനും ഓൺലൈനും മാറി മാറി വന്നിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ ആളിവിടെ ആണെങ്കിലും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ആള് കറക്റ്റ് ഓഫ്ലൈനും വന്നിരുന്നു ഓൺലൈനും വന്നിരുന്നു. പക്ഷെ സെയിം എഫക്റ്റ് തന്നെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത്, ഒരേപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിലെ വീട്ടിലായിരിക്കുമ്പോൾ ഇവിടേക്ക് ക്ലാസ്സിന് വരും, എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൺലൈനാണ് എടുക്കാറുള്ളത്. അങ്ങനെ രണ്ടും എനിക്ക് അത്ര വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. മിസ് അവിടെ ആയാലും ഇവിടെ ആയാലും ഒരേപോലെ തന്നെയാണ് എടുക്കണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എങ്ങനെയാണ് വീട്ടിലൊക്കെ എല്ലാവരും എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഈ ഒരു പ്രായത്തിൽ തന്നെ കിട്ടിയല്ലോ, കോഴ്സ് കഴിയലും എനിക്ക് ജോലിയായി. അപ്പോൾ എല്ലാവരും ഭയങ്കര മിടുക്കി, അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിലായാലും എല്ലാവരും കഴിഞ്ഞപ്പോഴത്തേന് കിട്ടിയാന്നാണ് ചോദിക്കണേ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിനിങ് ആയില്ല. ഇനിയിപ്പോൾ എന്തായാലും സർട്ടിഫൈഡ് ആവാനായിട്ട് നോക്കാം. നമ്മൾ ഇവിടുത്തെ ജോലിക്ക് കയറിയാലും ഈ സർട്ടിഫൈഡ് ആവാണ്ടിരിക്കരുത്. കാരണം നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനത്തെ അവസരങ്ങൾ നല്ല, പക്ഷേ സർട്ടിഫൈഡ് ആവുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും വിചാരിക്കാം. പിന്നെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല, പരമാവധി എക്സ്പീരിയൻസ് ആവാൻ. കാരണം ആദ്യത്തെ കുറച്ച് നാളൊന്നും ഒരിക്കലും നമുക്ക് അത്രയും ഈസിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് 3 months എന്തായാലും അവർ ട്രെയിനിങ് തരും. അപ്പം നിങ്ങൾക്ക് ഇത് കൂടാതെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ട്രെയിനിങ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി നിങ്ങളെ തന്നെ ഒരു മോൾഡ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവരും നമുക്ക് അതേപോലെ ബെനിഫിറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത്? ഈ ഒരു ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ കോഴ്സ് കഴിഞ്ഞു, ജസ്റ്റ് ജോലിയായി, ഇനി പോവാണ്. ഓക്കെ, അപ്പം ഇനി എന്താണ് എനിക്ക് പറയാനുള്ള എല്ലാവരുടെ അടുത്തും? ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസിനെ പറ്റിയിട്ടാണെങ്കിലും എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ പറയാനായിട്ട് തോന്നുന്നത്? ഇപ്പോൾ ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ് ചൂസ് ചെയ്താണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നണേ. പിന്നെ നമ്മൾ ചേരണ സമയത്ത് തന്നെ എന്താണോ നമ്മുടെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കണത്, മുബീന മിസ്സൊക്കെ ഈ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അടിക്കൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക, കറക്റ്റ് ടൈമിൽ ഇമ്പോസിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളും കൂടെ കുറച്ച് മെനക്കെടണം. മറ്റേ ചെറിയ ചെറിയ സബ്ജക്റ്റ് പഠിക്കുന്ന പോലത്തെ ചെറിയ സമയം പോരാ ഇത് പഠിക്കാൻ. അപ്പോൾ നമ്മളൊരു ദിവസത്തിൻ്റെ പകുതി ഭാഗമെങ്കിലും ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം. ശരിക്കും പറയുമ്പോൾ ഒരു 2 hours ക്ലാസ് ഉള്ളത്. പക്ഷെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അവേഴ്സ് തന്നെ മാറ്റി വയ്ക്കുക. പിന്നെ എക്സാം ആയാലും കാര്യങ്ങളായാലും എല്ലാം എന്താ പറയുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന് മുന്നേ ചെയ്യിപ്പിക്കും. പിന്നെ ക്ലാസ്സിലിരുത്തിയിട്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടുകയാണ്. പ്രത്യേകിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് അനാട്ടമി മാത്രമാണ് ഒരു സീൻ വരുന്നത്. പിന്നെ ICD CPT ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. ആ ഒരു ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. മുബീന മിസ്സും അതേപോലെ എൻ്റെ ഫാക്കൽറ്റി ശ്രീലക്ഷ്മി മിസ്സായിരുന്നു. ആള് 7 മാസം വരെ കെയറിങ് ആയിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ ബാച്ച് തീർന്നിട്ടാണ് ആൾ പോയത്. അപ്പോൾ ചിലർ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പോവും, അങ്ങനെയുണ്ട് ആളുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ട്. പക്ഷേ ആൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു, ഭയങ്കര കമ്പനിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ളൊരു ബന്ധമൊന്നും ആയിരുന്നില്ല. ഏത് നേരത്തെ ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. അങ്ങനെ ഭയങ്കര ഞാൻ ഇവിടെ പഠിച്ചതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു ജോലി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ആസ് എ നോൺ ലൈഫ് സയൻസ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ ഡിഗ്രിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നന്ദന പറഞ്ഞിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചൂസ് ചെയ്യുക. അതിലായിരിക്കും നമ്മുടെ
ഫ്യൂച്ചർ കിടക്കുന്നത്. നമ്മളെങ്ങനെയാണോ നമുക്ക് തരുന്നത്, പഠിപ്പിച്ച് തരുന്നത്. കാരണം ഇത് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതേപോലെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.